നല്ലോണം പോസ് ചെയ്തിരിക്കണ്ടേ. അടുത്ത ആള് വരി മാറി, അടുത്ത ആള് വാ, അടുത്ത ശാന്ത വാ, ശാന്ത. അങ്ങനെ മതി, അങ്ങനെ മതി, അങ്ങനെ മതി. അപ്പം എടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മാട്ടിയും കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ, എല്ലാവരും ഇറങ്ങി ജോലിക്ക് ഇറങ്ങുമ്പം അതിൻ്റെതായ രീതിക്ക് ഇറങ്ങണം. അത് ചുമ്മാ ഇച്ചിരി പുലഞ്ഞണം, കുറച്ചാക്കിയാ മതിയാ. ഇങ്ങോട്ട് മാറിയില്ലേ, അങ്ങോട്ട് ഒത്ത് കിടന്ന് കളയ്ക്കാതെ. ഇതെന്തൊരു പാടി, ഇത്രയും നേരം ഞാൻ അവിടെ കളിച്ചോടുന്ന സ്ഥലം നീ വന്നോ? ഒന്നുമില്ല. ഞാനാണ് ഇവിടെ കളിക്കുന്നത്. മാറി ചാന്തേരടുത്ത് എത്ര പറഞ്ഞാലും കേൾക്കൂല. മോലാളി നോക്കണം, വീട്ടിൻ്റെ ഉടയം നോക്കണം, പെരയെടുത്ത് നല്ലോണം വെട്ടി നല്ലോണം ചെത്ത്. ഞാൻ നല്ലോണം തന്നെ ചെത്തണം, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. അവിടെ ഞാൻ കളിച്ചോണ്ടിരുന്ന സ്ഥലം വന്ന് ചുമ്മാ നല്ലത് വൃത്തിയാക്കും. അത് നീ പറയണ്ടേ, എനിക്കറിയാം. അതിനാണ് കൊറേ തോനത്തെ കിളച്ചത്. ഞാൻ കണ്ടിട്ട് കിളച്ച സ്ഥലത്ത് വന്ന് നീ മാന്തി. ഞാനാണ് വൃത്തിയാക്കിയിട്ടത് അവിടെ. ഞാനാണ് അവിടെ കുഴിയെടുത്ത, ഇവിടെ ചേന നടാൻ കുഴി എടുത്തിട്ടേക്കണ ഞാനാണ്. നീ ആ പില്ല് ഇങ്ങനെ 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 മാന്തിയതേ ഉള്ളു. നീ ഇന്ന് ഒന്ന് കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയിട്ട് ചാന്തേ പുട്ട് അതല്ലേ എന്തോന്ന് വിട്ടായിരുന്നു? 2 കുറ്റി ഇന്നാ പഴം പോലും ഇല്ലായിരുന്നു. 2 കുറ്റി പുട്ട് തിന്നാ ഒന്നാമത് നെഞ്ചരിക്കൂലേ, വയറ് വായു കയറിയിരിക്കുന്നോണ്ട്. വയറ് ചുമ്മാ അല്ല, വയറ് ഇങ്ങനെ പെട്ടിയോന്നെ ഇവിടെ പോയിടി ഒലിക്കുപോയാ. നിനക്കല്ലെങ്കിലും ഇങ്ങനെ കാട്ടവരാതം പറഞ്ഞു കിടക്കണ ഒരു സ്വഭാവം. ഒരു കാര്യമുണ്ട് ഞാൻ പറയുന്നേ, ഇത് കാട്ടവരാതം. വായു മരുമോള് ജോലിക്ക് പോയാ. മരുമോളെ കാര്യമൊന്നും പറയുന്നത്. രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ താണ്ട് ഈ ചോറും സാധനം എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങണത്. ആ മോള് 10 മണി ആയാലും എണീക്കൂല. അപ്പൊ അവളെ മാപ്പിള മോന, നിന്റെ മോനെ ഒന്നും പറയൂലേ? എന്റെ മോനൊരു പെങ്കുണ്ട്. അവള് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര ഫോൺ കോള് കേട്ടാ. ആരടുത്തും പറയില്ല. രാത്രി ഒരു 10-11 മണി ആയാലും അവള് ഫോൺ വെക്കൂലേ. എനിക്ക് തോന്നാണ് നീ ഒളിച്ചു നിന്ന് കേട്ടാ. ഞാൻ മോനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ മോനെന്തേരും അറിയണ്ടേ? മോനെന്തേരും പറഞ്ഞു ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മക്കളുണ്ടടി മോന്? 2 മക്കളടി. ഒരാള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓ, പ്രസവമൊക്കെ മാറ്റിയാന്ന് ഞാനാ? ഓ പിന്നെ അല്ലാതെ അല്ല, കൂടെ വായു പെരുവണമെന്നും പറഞ്ഞു ഞെളിയാണ് ഇങ്ങനെ കിളച്ചെന്റെ ക്ഷീണോ. പുട്ട് കയറി, വായു കയറി. പുട്ട് തിന്ന ഇന്ന് കൊറേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടല്ലേ വന്നത്. ആരെ കാണാൻ വന്ന അല്ലടി, നോക്കിക്കാണല്ലേ, ഫോൺ നോക്കിക്കാണല്ലോ അവര്. അയ്യോ, അത് കൊച്ചു പയ്യന്മാര്. കൊച്ചല്ല, ഇടത്തരമാണ്. ഇടത്തരോ? പഴക്കൊല്ലേ? അയ്യോ, അതെനിക്ക് ഇത്തിരി ചോറ് തിന്നാനും കൂടെ വേണം. എന്നോട്ടടി എടി, നീ ഒരു കാര്യം അറിഞ്ഞാ? ചോറ് ഞാൻ തിന്നോളാം. ഞാൻ ഇതിന്ന് കൈയിട്ടു. നീ കൈയിട്ടാ മൊത്തം എന്റെ വയറ്റിലോട്ട്. അല്ല, ഞാൻ കുറച്ചേ എടുക്കുള്ളൂ. അവര് വരണേന് മുമ്പേ നീ തിന്ന്, എനിക്ക് അവർക്ക് കൂടെ കൊടുക്കാൻ പറ്റും. എനിക്കൊന്ന് വാങ്ങും പുട്ടാണടി. അത് നീ തിന്നോ. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, വാങ്ങും പുട്ട് ഇതിന്നും തിന്നാ. തിന്നെ. വെള്ളം കൊണ്ടുവന്നാല് ഞാനൊന്നും ഉണ്ടെന്നില്ല, മറന്നുപോയി. നീ അറിഞ്ഞാടി ഒരു കാര്യം? ഒരു ശാന്തേ, ഒരു ഭയങ്കര ഒരു സംഭവം നടന്നു. സുശീലയുടെ മോളെ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കല്ലേ. ഓ, നല്ല തുന്നരി പെണ്ണാണ്. അവളെ എത്ര ഇടടി പഠിക്കണം? അവളിപ്പോ 10ാം കണ്ടാണെന്ന് തോന്നി. നീ ചോറ് ഇങ്ങാട്ട് വെയ്യേ. സുശീലയുടെ മോള് ഒരു പയ്യൻ, അത് ഏത് സ്കൂളിൽ പഠിക്കണ പയ്യനല്ലേ? ഓ, അതെങ്ങനെയാ? ഓ, അതിലേ പോണ യാവനാ. ഒടിയില്ല, ഒളിയില്ല. കൊള്ളാം, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. സുശീല എന്തൊക്കെയാണ് പറഞ്ഞത്. പെണ്ണ് എത്രയില് പഠിക്കണത്? 10ായ. പെണ്ണെന്നും ഇന്നലെ തുടങ്ങിയൊന്നും അല്ല, 5ാം ക്ലാസ് തൊട്ട് 10ല് പരീക്ഷ പോലും എഴുതാ ഒളിച്ചോടി. നല്ല ഒളിച്ചോടി
അങ്ങനെ പോലീസിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് എങ്ങോട്ടാ പോയി അവനെയും കൊണ്ട്. അവളിനിയിപ്പം 10 മാസം കഴിഞ്ഞ് പൊങ്ങും. കണ്ടുപിടിച്ച എവിടെന്നെങ്കിലും വാഴത്തോട്ടത്തിന്നാ. യോ ഇങ്ങനെ തിന്നാതിരി, പതുക്കെ തിന്നടേ. ആഹാരമല്ലേ. ഞാൻ ചേനയ്ക്ക് കുഴിയെടുത്തതാണ്, എനിക്ക് വിശക്കണം. നിന്റെ ചേനക്കുഴി എനിക്കറിയാം. എന്റെ നായിട്ട് ആരായി? നീ എന്റേന്ന് കഴിട്ട് വരണേ. എന്തേരടാ ഇത്? എന്തേരടി? ബീട്രൂട്ട് ഞാൻ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ എന്റെ പുള്ള ഈ കളറായിരിക്കും. എന്നാലും നിന്റെ മോള് കൊള്ളാലടി, വീട്ടിൽ ഒരു ജോലിയും ചെയ്യൂലല്ലടി. ഞാൻ അവളെ ആൺകുട്ടിയെ പോലെയാണ് വളർത്തണം. അയ്യോ, അതാണ് അങ്ങനെ ആയിപ്പോയത്. പിന്നെ ജോലിക്കും കൂലിക്കൊന്നും പോകൂലേ? അവള് പഠിക്കട്ടടി. എന്തേലും പാച്ച ഇങ്ങനെ 2 മക്കൾ വായിച്ച് ഇനി പാച്ചാൻ പോണാ? ഓ പഠിക്കട്ട്. എന്തൊരു പറ്റാമോ? അവളെ ഭർത്താവ് വരുത്തുണ്ട്. ചുണ്ടി കിടന്ന് പോയാടി? ഇല്ല ഇല്ല ഉണ്ടാ. എന്റെ പോയാ ഞാൻ പുട്ട് കുത്തി കയറ്റി തരും. ഇല്ലാതെ ആക്കാം. പിന്നെ നീ എന്റെ ഷർട്ട് കണ്ട? എന്റെ മോൻ വാങ്ങിച്ചു. പോക്കറ്റില്ല. ഇത് കണ്ടപ്പോ മരുമോളൊന്നും പറഞ്ഞില്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഓട്ടോയാ കാറാ ഇങ്ങനെ എന്തോന്റെ ഷർട്ടാണ്. ഭയങ്കര വിലയാണ് തന്നെ. 2500. ഇത് ജീപ്പാണടി. ഓട്ടോയും കാറും ഒന്നും അല്ല. ഓട്ടോ നല്ല ജീപ്പ്. എന്റെ ബ്രാൻഡ് ഏത് ഷർട്ടിന്റെ? എന്റേതാ. നിനക്ക് ബ്രാൻഡ് ഉണ്ടോ ഷർട്ടിന്? ഇത് ഓട്ടോ. ബ്രാൻഡി ഉണ്ട്. ബ്രാൻഡ് നിന്റെ വീട്ടിൽ കെട്ടിയും കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. അടി തീരാറായാടി? ഇല്ലടി, കറിയൊന്നും ഇല്ലാത്തോണ്ട് തിന്നാൻ തോന്നുന്നു. ഇതിലിരുന്ന മീനും നേരത്തെ തോണ്ടി. ഞാൻ എടുത്തില്ലായിരുന്നു. നീ എന്റെ പുട്ടിനാ ഞാൻ കഴിയൂല. നിന്റെ അഴുത്ത സ്വഭാവം ഉണ്ടല്ലോ. ബാക്കിയുള്ളവർക്ക് ഒന്നും കൊടുക്കല്ലോ. എന്റേന്നെല്ലാം കൈയിട്ട് വാരിക്കോണം. ഞാൻ ഒന്നും തിന്നടി. നീ 2 ഉച്ച പുട്ടല്ലേടി തിന്നോണ്ട്. നിന്റെ വീട്ടിലൊന്നും വെച്ചില്ലേ? ഞെട്ട് പറഞ്ഞാൽ നോക്കട്ടെ. ഞെട്ട് വന്നില്ലല്ലോ. അവരിപ്പോഴൊന്നും പറയുന്നു. അല്ല, ആ നേരത്തിന് നമുക്ക് തിന്നാം. വിശക്കണമല്ല, നല്ല വിശപ്പുണ്ട്. മീൻ അത്രയും കൈയിട്ട് വാരി തിന്നടി. അച്ചാറൊന്നും ഇല്ലായിരുന്നാ? അച്ചാറൊക്കെ ഇട്ട് വെക്കാത്ത. അച്ചാറൊക്കെ ഇട്ട് തിന്നാ എൻ്റെ ഒരു മരുമോൾ അവിടെ ഉള്ളതെല്ലാം വാരി പറക്കി തിന്നും. ഒന്നും തരൂല. നീ എന്തിനടേ ഇങ്ങനെ മരുമോളെ കുറിച്ച് ദൂഷ്യം പറയണത്? നല്ലത് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തേ പറയുള്ളൂ. എന്താ അവളെ കുറിച്ച് അത്രയ്ക്ക് അങ്ങ് പറയാൻ? ഒരു അനുസരണേ ഇല്ലാത്ത ജന്തു. ഒന്നും അല്ലെങ്കിലും നിന്റെ മോന്റെ ഭാര്യ അല്ലേടിയും മക്കളെ അമ്മ അല്ലേടിയും? മക്കളെ അമ്മ. അവളെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. അവള് കഴിക്ക. അവള് ഇന്നലെ ചോറ് വെച്ച്. ദൈവമേ, അതിനകത്ത് വെക്കാൻ കൊള്ളൂ. അതിനകത്ത് എന്തേലും കിടന്ന് പാറ്റ കിടന്നാ? ഉപ്പിന് പകരം അവള് പഞ്ചസാര വാരിയിട്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് അവൾക്ക് ഉപ്പും പഞ്ചസാര അറിഞ്ഞുകൂടാത്ത. അതെ, ഇപ്പോഴത്തെ ഉപ്പും പഞ്ചസാരയും തമ്മിൽ അറിയത്തില്ലടി. ഇല്ല, പൊടിയായിരിക്കുമ്പോ വിചാരിക്കും. ഞാൻ പൊടിച്ചു വെച്ചത്. ഞാൻ പൊടിച്ചു വെച്ചിരുന്ന പൊടിച്ചു. എനിക്കൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവിടെ പൊടിച്ചു വെച്ചിരുന്നു. ഈ കഴുത ഉപ്പെന്നും പറഞ്ഞ് അത് വാരി അങ്ങ് ഇട്ടടി. അത് പോയാടി? എന്റേത് പോയാ? ഇല്ല, നോക്കടി. വരിയാ പോണു. അപ്പൂപ്പന്മാരാണ്. നിനക്ക് കൊച്ചു പിള്ളേരല്ലേ ഇഷ്ടം? കള്ളന്മാരെന്നാ അത് കേട്ടോ. ഇങ്ങോട്ട് നോക്കണം. മാറി മറന്നു നിൽക്കണം. എന്നെയാണ് നോക്കണം. ഇനി ആത്തിച്ചക്കയാണ് പറിക്കുന്നത്. അല്ലേ, ഒരു ഞാൻ ചോദിച്ചാ വേണ്ട. അവരത്രയൊന്നുമില്ല, 2 എണ്ണം പറിച്ചോണ്ട് പോയി. ഇനി അതിലിഷ്ടം പോലെ അവരൊരു കാര്യം ചെയ്യാം. ഇത് തിന്നിട്ട് പോയി അത് പറിക്കാല്ലേ? വീട്ടുകാരും എല്ലാം പറയും. വീട്ടുകാരെന്ന് അവിടെ കാണൂലെന്നോ? കഥ പടച്ചിരിക്കണ അവക്ക്. നമുക്കത് പറിച്ചിട്ട് പറിക്കാം. എന്റെ മോള് നാളെ പറയണ ആത്തിച്ചക്ക തിന്നോളാൻ വയ്യ. ഗർഭിണിയാ? വയറ്റിലുണ്ടാടി? എടി അറിഞ്ഞൂലടി, എന്റെ അടുത്ത് ഒന്നും പറയൂലടി. മോളെ ഗർഭിണിയാ? അപ്പൊ മരുമോളാണ് ജോലിക്കൊന്നും പോവാതെ കിടക്കണ. മരുമോള് എന്നാലും എടി ഇതിലിരുന്ന് കൂട്ട അത്രയും എടുത്ത് തിന്ന് തീർത്തല്ലടി. ഉപയോഗമുള്ള സാധനം എല്ലാം തീർത്തിട്ട് പറ്റടിക്കും. അല്ല, അവളുമാരൊന്നും ജോലിയും ചെയ്യൂല. ജോലിക്കള്ളി. ഇവിടെ ലെഗിൻസ് ഇരിക്കണൊക്കെയാണ് ചുരിദാർ. അത് കേക്കണ്ട. ജോലിക്കള്ളികള്, വേലക്കള്ളികള്. അവളൊക്കെ പോയിരുന്ന് ഒരറ്റത്തിരുന്ന് പരദൂഷണം പറയണോ? കൂട്ടത്തോടെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു കാര്യം, മേറ്റ് വരുമ്പോ പാര വെച്ച് കൊടുക്കാം.
അവളൊന്നും കിളച്ചില്ല. അവളൊക്കെ അപ്പോഴേ ഫോട്ടോ എടുത്തിട്ടേ പൈസക്ക് വേണ്ടി ഫോട്ടോ എടുത്തിട്ട് പോയിരിക്കുന്നു. ലേഡി എനിക്ക് വായൂരി ഇത് വന്നു. നിനക്ക് എങ്ങനെയാടി ഇത്ര ശബ്ദത്തിൽ വരണത്? ഇങ്ങനെ വന്നിരിക്കുമ്പം പാത്രം കഴുകണം. അതോ കുടിക്കട വെള്ളത്തിലാ. എനിക്ക് നീക്കാനൊന്നും വയ്യടേ. അപ്പൊ പിന്നെ ഇനി എങ്ങനെ ആക്കി കളക്കും? എനിക്ക് വയ്യ. മാറ്റ് എവിടെ പോയിരിക്കുകയാണ് കേട്ടോ. അവര് കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് പോയി ഇങ്ങോട്ടുണ്ട് മാന്ത. നാളെ നല്ല കറികളൊക്കെ കൊണ്ടുവരണേടി. ഞാൻ തന്നെ എണീറ്റ് വെക്കണ്ടേ. എനിക്ക് ഇത്തിരി അച്ചാറും കരിവാട് പൊരിച്ചതൊക്കെ കൊണ്ടുവരണേ. നോക്കട്ടെ. അവള് ഇരിക്കാൻ നോക്കടി. അവള് ലെഗിൻസൊക്കെ ഇട്ടോണ്ട് അവള് മതി മതി മതി. സന്തോഷമില്ലാത്ത ആ വീട്ടുകാർ ഇറങ്ങും മുമ്പ് ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാം അടുത്തോണ്ട് വന്നത്. നിനക്ക് അത്രയും കൂടെ അങ്ങോട്ട് നന്നാട്ടിലോട്ട് ഇറക്കണം. ഇപ്പം അല്ലേടി ചോറ് തിന്നത്. ആര്? ഞാനാ നീയാ? ഞാനുണ്ട് ഒരു കഷ്ണം. നമ്മൾ അടി ഉണ്ടാക്കല്ലേ? എനിക്ക് നീ അല്ലേ ചള്ളിയതേ. അതൊന്നും തിന്നണ, അതൊക്കെ ആട് തിന്നണതാണ്. വെള്ളം കൂടി കൊണ്ടേ കുരുങ്ങും. അയ്യേ ചവണി നീ തന്നെ. എനിക്ക് വേണ്ട. എന്തൊരു പറ്റിയേ? വീട്ടിൽ രണ്ടൂറ്റി പുട്ട് നിന്നോണ്ട് വന്നിട്ട് വയ്യ വായു. ഒരു പാത്രം ചോറും കൂടെ അങ്ങ് അടിച്ചു കയറ്റി. ഇനി നാളെ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. ഞാൻ അവിടെ കിളച്ചോണ്ട് നിന്നപ്പോഴേ ഇത് റംബൂട്ടാന്റെ കൈ നിൽക്കണടി. അവര് നട്ടതാണോ എന്തോ കേട്ടാ. നട്ടിങ്ങനെ ഇഷ്ടം പോലെ നട്ടിട്ടുണ്ട്. അമ്മ പോവാൻ നേരത്തെ തോലടിക്കണ ലക്ഷണത്തിലേ ആട്ടിന് തോലടിക്കണ ലക്ഷണത്തിൽ കൊണ്ടുവച്ചോണ്ട് പോവാ. നീ വരാത്ത ദിവസമൊക്കെ ഞാൻ അങ്ങനെ തന്നെ. നമ്മളെ ഇതിലുള്ളവരെല്ലാവരും എന്തെരിയെന്നറിയാം. അവര് നട്ടിരിക്കുന്ന മുളക് തൈ വീട്ടിലെ ആളുകൾ അങ്ങോട്ടൊക്കെ മാറണ നേരത്തിന് ഉടയം മാറണ നേരത്തിന് മുളക് തൈയൊക്കെ പുഴുക് തോലിൻ്റെ ഇടയിൽ അവര് വീട്ടിൽ കാച്ചിക്കണ നെല്ലിക്കേണ്ടല്ലോ. നെല്ലിക്കയൊക്കെ നമുക്ക് അടിച്ചു കണ്ടമാനം ഉണ്ടടിയോ. ഇന്ന് പറിച്ചോണ്ട് പോവാല്ലോ. പറിച്ചോണ്ട് പോവാ. ചാണ്ട ആത്തിച്ചക്കയും കൂടെ എനിക്ക് കൊണ്ടുപോകണം. എന്റെ മോക്കേ നമ്മള് തൊഴിലുറപ്പിന് വരണോണ്ട് ഇങ്ങനെയൊക്കെ ഉപയോഗം ഉണ്ടല്ലേ. ആത്തിച്ചക്ക പോയി പറിക്കാം. നമുക്ക് ആത്തിച്ചക്ക പറിക്കാം. ആത്തിച്ചക്കയും കിട്ടി. ലവളുമാർക്ക് കൊടുക്കണ്ട. അവള് പാൻറ്റൊക്കെ ഇട്ട് ഇറുക്കിയിട്ടോണ്ടിരിക്കുകയാണ്. അവള് പൊക്കി വെച്ചോണ്ടിരിക്കില്ല. കാലാട്ടണം നോക്ക്. ഇവളെ മോള് ഇന്നലെ സ്കൂളിൽ പോവുകയാണ്. മൂത്ത മോള് കോളേജിൽ പഠിക്കുകയാണ്. അവളെ ആത്തിച്ചക്കയും ചക്ക അടുത്ത വീട്ടിൽ അവര് വന്നിട്ട് വഴക്കുണ്ടാക്കുന്നു. അതാരോടെ എടി? അപ്പുറത്തെ വീട്ടുകാരെടുത്ത് ചോദിക്കണ. നീ അത് മറച്ചു വെച്ചാണ്. നമ്മള് നടക്കണമല്ല. ആരെങ്കിലും കണ്ടാടി? അറിയാൻ വയ്യടി. പെണ്ണെ ചോദിച്ചല്ലോ. എനിക്കിതിലൊന്നും പോയി ഒന്നും പറയാൻ വയ്യ കേട്ടോ. നീ പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചു വാരിത്തിന്നെ. പറയണ കേൾക്കും. നമ്മളെ മൂത്ത മോള് ഇന്നലെ കോളേജിൽ പോണ കുരു പോയെന്ന് തോന്നണ്. ഇറുവിയ ടീഷർട്ടൊക്കെ ഇട്ട് നടന്ന് പോണങ്ങാട്ട് തന്നെ. കോളേജില്ല. വാ കാര്യം പറയാതിരിക്കണ നല്ലതാ. മെനങ്ങാന്ന് പോയ രംഗം കണ്ടെങ്കിലാ ജെട്ടി പിടിച്ചിരിക്കണ. ജെട്ടി അത് മാത്രമേ ഉള്ളൂ. ജെട്ടിയാ? ഓ ജെട്ടിയാ. ഈ പെണ്ണുങ്ങള് എന്ത് കൊച്ചു ഒന്നും ഇട്ടിട്ടില്ല. അത് കാണുമ്പോ എന്റെ പിറങ്ങ് പൊളിഞ്ഞു കേറും. അല്ലടാ ഇപ്പൊ ഉള്ള പിള്ളേരൊക്കെ അങ്ങനെ തന്നെ ഇടണത്. പിന്നെ നമ്മള് പിന്നെ അതൊക്കെ എന്റെ മോള് അന്നത്തെ കാലമായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. പഠിച്ചോളൂ. നമുക്ക് തൊഴിലുറപ്പിന് വന്നാലേടി ഇത്രയും ഉപയോഗമുണ്ട്. വീട്ടില് വെച്ച് തിന്നാം. കേട്ടോ, വീട്ടിൽ വെച്ച് 2 ഊറ്റി പൂട്ട്. അതിന്റെ ബാക്കി എടുത്ത് ഇവിടെ കൊണ്ടുവരും. വന്നിരുന്ന് തൊഴിലുറപ്പ് സ്ഥലത്ത് തിന്ന്. മാറ്റ് ഇതുവരെ വന്നില്ല. മാറ്റ് അങ്ങോട്ടാ കൊടുക്കുക. പിറ്റ് കഴിഞ്ഞിട്ട് ചോറ്. പിന്നെ ആളുകളെ
പറമ്പീന്ന് അല്ല പറമ്പീന്ന് ചക്ക ആട്ടിച്ചക്ക മാങ്ങ തേങ്ങ വരെ ഉടച്ചാണ് കിട്ടണേനെ പൊതിക്കും, കൊരങ്ങൻ പൊതിക്കും കണക്ക് വലിച്ചു വീണിട്ട് രണ്ടു മൂന്ന് അടി അടിച്ചങ്ങോട്ട് പോകും. ഞാൻ 3 തേങ്ങയാണ് ആ പേരെടുത്തിന്ന് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കരയ്ക്കാനാണ് നീ 3 എടുത്തോണ്ട് പോയത്? പിന്നെ ആർക്കും കൊടുത്തതും ഇല്ലേ? ഞാൻ അല്ല പുള്ളി തന്നെ 3 തേങ്ങയായിട്ട് പോയെന്ന് ആരും പറഞ്ഞും കൊടുക്കൂലേ? ഇങ്ങനെ വീട്ടുകാരെടുത്തോടെ എൻ്റെ അടുത്ത് പോയാടി ഇത് പോയി മോളത്തെ ചുണ്ടി മാത്രമേ ഉള്ളൂ. ആഹാരത്തിൻ്റെ കൂടെ പോയാ എടി വയറിളക്കം പിടിക്കൂടി. നീ എന്തിനാ അതൊക്കെ ഒന്ന് വാരിയിട്ടുണ്ടോ? മറ്റേ പയ്യന്മാരെ കാണാനല്ലേ? അത് എൻ്റെ ഈ ഒരുങ്ങിയൊക്കെ വരണ്ടേടി, റോഡും വഴിയൊക്കെ അല്ലേ. പിന്നെ നീ നെറിയില്ലാത്ത തീറ്റി തിന്നതിന് ചക്ക ഇതെന്തെല്ലാം വാരി തിന്നു. ആത്തിച്ചക്ക നീയല്ലേ എന്റെ ചോറ്. ഞാൻ ഒന്നും തിന്നില്ലടി. ആ മട്ടിലിരുന്നാലേ കഴപ്പൂടിച്ചിരുന്നാ ഇനി ജോലി ചെയ്യണ്ടേ? എനിക്ക് വയ്യ. മഴ പറഞ്ഞു മഴ പെയ്യണല്ലോ, മഴ പെയ്യണല്ലോ, ഇന്ന് നമുക്ക് ജോലി ചെയ്യണ്ട. വീട്ടിൽ പോകാനല്ലേ? ഓ നമ്മളെ പോവാൻ അല്ല പോവാൻ പറയാനാണ്. വാ ഫോട്ടോ എടുക്കാൻ വിളിക്കും. ഓ വന്നാ